ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർഷം കേരള ലോ എൻട്രൻസ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ഡൗട്ടാണ്, സാർ BNS പഠിക്കണോ അതോ IPC പഠിക്കണോ? ഭാരതീയ ന്യായ സന്നിഹിത IPCക്ക് പകരം വന്ന പുതിയ നിയമമാണ്, നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ BNS പഠിക്കണോ IPC പഠിക്കണോ? അപ്പോൾ നാല് ഭാഗത്തൊന്നും പലരും പറയുന്നുണ്ട് BNS പഠിച്ചാൽ മതി, BNS അല്ലേ പുതിയ നിയമം, IPC പഴയ നിയമമല്ലേ, അത് പഠിക്കണ്ട. അപ്പോൾ വേറെ ചിലവർ പറയും IPC പഠിച്ചാൽ മതി, ഇപ്പോഴും IPC പഠിച്ചാൽ മതി, BNS പഠിക്കണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ എൻട്രൻസ് നടത്തുന്നത് എൻട്രൻസ് കമ്മീഷണർ ഇതുവരെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഇറക്കിയിട്ടില്ല. അതായത് BNS പഠിച്ചാൽ മതി IPC പഠിക്കണ്ട, അല്ലെങ്കിൽ IPC പഠിച്ചാൽ മതി BNS പഠിക്കണ്ട എന്നുള്ള ഒരു മാറ്റർ വെച്ചിട്ട് ഇതുവരെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല. ഓക്കെ, ഇന്നേ നാൾ വരെ ഇറക്കിയിട്ടില്ല. നമുക്ക് നോക്കാം, ഇനി ഇറക്കുമോ നോക്കാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാത്തോളം കാലം ഞാൻ ഒന്നും തന്നെ തീർത്ത് പറയുന്നില്ല. ഓക്കെ, നമ്മുടെ ചാനലിൽ അത്യാവശ്യം 1800 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരുപാട് പേര് ഈ ക്ലാസ് കണ്ടന്റ് കണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഒരു തരത്തിലും നിങ്ങളെ എനിക്ക് മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനും എനിക്കില്ല. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ IPCയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ BNSും പഠിക്കണം. നമ്മളൊരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി എന്ന നിലയ്ക്ക് നമ്മൾ അറ്റ് പ്രസന്റ് സെനാരിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, പ്രത്യേകിച്ച് നിയമത്തിന്റെ മാറ്റങ്ങളാണ്, അതെ കോറായിട്ടുള്ളൊരു മാറ്റമാണ്. അങ്ങനെ ഒരു മാറ്റം വന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു നിയമ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ IPC കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനൊപ്പം തന്നെ BNSന് എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അങ്ങനെ BNSൽ പുതുതായിട്ട് ആഡ് ചെയ്ത പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ഞാൻ ഇന്ന് പറയും, ബാക്കി പിന്നീട് അടുത്ത വീഡിയോയിലായിട്ട് പറയും. അപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് IPCയിലാണ്. പക്ഷേ അതിനോടൊപ്പം BNS വിടാനല്ല ഞാൻ പറയുന്നത്, BNSും അറിഞ്ഞിരിക്കണം. BNSൽ പുതിയ എന്തൊക്കെ പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പുതിയ നിയമം പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ സാർ? ഒട്ടും ബുദ്ധിമുട്ടല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. 90% IPC പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പുതുതായി വന്ന ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നത്. അപ്പോൾ IPC പഠിച്ച ഒരാൾക്ക് BNS പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 90% അതേപടി റീറ്റെയിൻ ചെയ്തിട്ട് ഒരു 10% വ്യത്യാസമുള്ളൂ. അത് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. സെക്ഷൻ നമ്പേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ പതിവ് IPCയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ BNSൽ സെക്ഷൻ നമ്പേഴ്സ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഭാരതീയ ന്യായ സംഹിത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് പുതുതായിട്ട് ആഡഡ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ IPC ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന പുതിയ നിയമത്തിന്റെ പേരാണ് ഭാരതീയ ന്യായ സംഹിത, BNS. ഭാരതീയ ന്യായ സംഹിത BNS. അപ്പൊ ഞാൻ ഷോർട്ടാക്കി ക്ലാസ്സിൽ BNS എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ BNS ഏത് നിയമത്തിനെയാണ് റീപ്ലേസ് ചെയ്തത്? IPC. ഓക്കെ, IPC. ഇനി വേറെ മറ്റേ BNSനും പുതിയ വേറെ രണ്ട് നിയമങ്ങളോട് വന്നിട്ടുണ്ട്, BNSS. ഓക്കെ, ഈ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഇതിന് ഏത് നിയമത്തിനെയാണ് റീപ്ലേസ് ചെയ്തത്? CRPCനെയാണ് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ CRPCക്ക് വന്ന പുതിയ നിയമത്തിന്റെ പേരെന്താ? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇനി എവിഡൻസ് ആക്ടിന് പകരം വന്ന പുതിയ നിയമം ഏതാണ്? എവിഡൻസ് ആക്ടിന് പകരം വന്ന പുതിയ നിയമം എന്താണ്? BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ ഇത് പറഞ്ഞതിനൊപ്പം ഞാൻ കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഭാരതീയ ന്യായ സംഹിത ഏത് നിയമത്തെ റീപ്ലേസ് ചെയ്ത്? IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇനി ഇന്ത്യൻ പീനൽ കോഡ് ആരാണ് ഉണ്ടാക്കിയെടുത്തത്? ഇംഗ്ലീഷുകാരനായ തോമസ് ബാബിങ്ടൺ മെക്കാളയാണ് IPC ഡ്രാഫ്റ്റ് ചെയ്തത്. So IPC was drafted by Lord Thomas Babington Macaulay. Okay, IPC was enacted and passed in 1860. 1860 അത് ഇനാക്ട് ചെയ്ത് പാസ് ചെയ്തത്. IPC was enacted and passed in 1860. ഇനി എന്നാണ് നിലവിൽ വന്നത്? ഇനാക്ട് ചെയ്ത് പാസ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് വൈസ്രോയ് ആണ്, ലോർഡ് കാനിങ് ആണ്. 1860 ഇനാക്ട് ചെയ്ത് പാസ് ചെയ്ത്. നിലവിൽ വന്നത് എന്നാ? ജാനുവരി 1. IPC നിലവിൽ വന്നത് ജാനുവരി 1, 1862. ജാനുവരി 1, 1862 IPC നിലവിൽ വന്നത്. ഓക്കെ, ഇനി നമ്മുടെ BNSൽ എത്ര ചാപ്റ്ററും എത്ര സെക്ഷൻസും ഉണ്ട്? BNSൽ 20 ചാപ്റ്ററുകളിലായി മൊത്തം 358 സെക്ഷനാണുള്ളത്. 20 ചാപ്റ്ററുകളിലായി
മൊത്തം 358 സെക്ഷൻ. ഇനി IPC എത്ര ചാപ്റ്ററും എത്ര സെക്ഷൻസ് ഉണ്ട്? 23 ചാപ്റ്ററുകളായി 511 സെക്ഷൻസ്. ഓക്കെ, IPC 23 ചാപ്റ്ററുകളെ 511 സെക്ഷൻസും BNS വന്നപ്പോൾ എന്താ കുറഞ്ഞു? 20 ചാപ്റ്ററുകളെ 358 സെക്ഷൻ. ഇനി BNS എന്ന് തൊട്ടാണ് came into force on which date? BNS came into force on July 1, 2024. July 1, 2024. So BNS Bharatiya Nyaya Samhita came into force on July 1, 2024. ഒരിക്കലും മറക്കരുത്, please remember it. Important ആയ ഒരു ഡേറ്റ് ആണ്. ഓക്കെ, July 1, 2024. ഇനി ഭാരതീയ ന്യായ സംഹിത ലോക്സഭയിൽ എന്നാ പാസ്സായത്? കഴിഞ്ഞ വർഷം 2023 ഡിസംബർ 20 ലോക്സഭയിൽ ഭാരതീയ ന്യായ സംഹിത പാസ്സാവുന്നത്. ഓക്കെ, ഇനി രാജ്യസഭയിൽ എന്നാ പാസ്സാവുന്നത്? തൊട്ടടുത്ത ദിവസം ഡിസംബർ 21, 2023 രാജ്യസഭയിൽ ഈ ഭാരതീയ ന്യായ സംഹിത പാസ്സാവുന്നത്. ഇനി അത് പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്നാണ് അതിന് സൈൻ ചെയ്ത് കൊടുത്തത്. ദ പ്രസിഡന്റ് അസെൻഡഡ് ഭാരതീയ ന്യായ സംഹിത ഓൺ 25th December. ഓക്കെ, ഓൺ ക്രിസ്മസ് ഡേ 25th December. അപ്പോൾ 3 ഡേറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ July 1, 2024 ഈ വർഷം. ഇനി ഇത് ലോക്സഭയിൽ പാസ്സായ കഴിഞ്ഞ വർഷം ഡിസംബർ 20 രാജ്യസഭയിൽ പാസ്സായത് കഴിഞ്ഞ വർഷം ഡിസംബർ 21. പ്രസിഡന്റ് സൈൻ ചെയ്തെന്ന കഴിഞ്ഞ വർഷം ഡിസംബർ 25 പ്രസിഡന്റ് സൈൻ ചെയ്തത്. ഓക്കെ, നമുക്കറിയാം പ്രസിഡന്റ് സൈൻ ചെയ്താലാണ് ഒരു ആക്ട് നിലവിൽ വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് പുതിയതായി ആഡഡ് പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തെ മെയിൻ ആയിട്ട് വരുന്നത് സെക്ഷൻ 2 Clause 3 ഓഫ് BNS. സെക്ഷൻ 2 Clause 3 ഓഫ് BNS. സെക്ഷൻ 2 Clause 3 എന്താ പറയുന്നത്? സെക്ഷൻ 2 Clause 3 ചൈൽഡ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ചൈൽഡ് എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 Clause 3 അങ്ങനെ ഒരു പ്രൊവിഷൻ IPC ഉണ്ടായിരുന്നില്ല. അതായത് IPC എവിടെയും ചൈൽഡ് എന്താണ്, കുട്ടി, ചൈൽഡ് എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. BNS സെക്ഷൻ 2 Clause 3 ചൈൽഡ് എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നു, ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യത്യാസം സെക്ഷൻ 2 Clause 10 ഓഫ് BNS. സെക്ഷൻ 2 Clause 10 ഓഫ് BNS. ഈ സെക്ഷൻ 2 Clause 10 ഓഫ് BNS ജെൻഡർ എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ 2 Clause 10 ജെൻഡർ എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി IPC ജെൻഡർ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ജെൻഡർ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 8. അപ്പോൾ 2 Clause 10 ഓഫ് BNS ഈക്വൽ ടു സെക്ഷൻ 8 ഓഫ് IPC. അല്ല, ഞാൻ ഇക്വേഷൻ സഹിതം ഇട്ടിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഈ സെക്ഷൻ 8 ഓഫ് IPC ജെൻഡർ പറയുന്നത്, BNS വന്നപ്പോൾ സെക്ഷൻ 2 Clause 10 പറയുന്നത്. ഇനി മാറ്റം ഇതാണ്, IPC 2 ജെൻഡർ പറയുന്നുള്ളൂ, മാൻ വുമൺ, മാൻ ആൻഡ് വുമൺ, 2 ജെൻഡറേ പറയുള്ളൂ. BNS വന്നപ്പോൾ സെക്ഷൻ 2 Clause 10 തേർഡ് ജെൻഡറായ ട്രാൻസ്ജെൻഡർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ 2 Clause 10 ഓഫ് BNS ഹാസ് 3 genders, മാൻ, വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ. സെക്ഷൻ 8 ഓഫ് IPC 2 ജെൻഡറേ പറയുന്നുള്ളൂ, മാനും വുമണും. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പണിഷ്മെന്റിന്റെ കാര്യത്തിലാണ്. IPC പണിഷ്മെന്റ് എവിടെ പറയുന്നത്? IPC പണിഷ്മെന്റ് സെക്ഷൻ 53 പണിഷ്മെന്റ് പറയുന്നില്ലേ? സെക്ഷൻ 53 ഓഫ് IPC പണിഷ്മെന്റിനെ പറ്റി പറയുന്നത്. IPC ഞാൻ പറയുന്നത് സെക്ഷൻ 53. IPC എത്ര തരം പണിഷ്മെന്റ്? 5 types ഓഫ് പണിഷ്മെന്റ്സ് ഇല്ലേ? 5 types ഓഫ് പണിഷ്മെന്റ്സ്. എന്തൊക്കെയാ 5 types ഓഫ് പണിഷ്മെന്റ്സ്? ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഫൈൻ. 5 പണിഷ്മെന്റ്സ് IPC പറയുന്നത്. സെക്ഷൻ 53 പറയുന്നത്. ഇനി BNS വന്നപ്പോൾ പണിഷ്മെന്റ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 4 പണിഷ്മെന്റ് പറയുന്നത്. BNS സെക്ഷൻ 4 മൊത്തം 6 പണിഷ്മെന്റ് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന പണിഷ്മെന്റും കൂടെ എന്ത് ചെയ്തു? പണിഷ്മെന്റ് ആക്കി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 4 ഓഫ് BNS ഈക്വൽ ടു സെക്ഷൻ 53 ഓഫ് IPC. രണ്ടാമത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ എന്താ? 2 Clause 10 ഓഫ് BNS ഈസ് ഈക്വൽ ടു സെക്ഷൻ 8 ഓഫ് IPC. ഇവിടെ സെക്ഷൻ 4 ഓഫ് BNS ഈക്വൽ ടു സെക്ഷൻ 53 ഓഫ് IPC. ഓർത്ത് വെക്കുക. അപ്പോൾ IPC 5 പണിഷ്മെന്റ്, BNS 6 പണിഷ്മെന്റ്. ന്യൂലി ആഡഡ് പണിഷ്മെന്റ് ഏതാ? കമ്മ്യൂണിറ്റി സർവീസ്, പൊതുസേവനം, കമ്മ്യൂണിറ്റി സർവീസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ചാപ്റ്റർ 5 ഓഫ് BNS. ഓക്കെ, സെക്ഷൻ 63 മുതൽ 99 വരെയാണ് ചാപ്റ്റർ 5 പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന ഒരു ചാപ്റ്ററാണ്, ഒരു ന്യൂലി ആഡഡ് പ്രൊവിഷൻ ആണ്. ചാപ്റ്റർ 5 ഡീൽസ് വിത്ത് ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. ഓക്കെ, ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്.
സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസുകളാണ് ഈ ചാപ്റ്റർ 5 പ്രധാനമായിട്ട് പറയുന്നത്. ഈ ചാപ്റ്റർ 5 ന്യൂലി ആഡഡ് പ്രൊവിഷൻ ആണ്. ഓക്കെ, BNS വന്ന ഒരു പ്രൊവിഷൻ ആണ്, ഇത് IPC ഇല്ല. ചാപ്റ്റർ 5 ഓഫ് BNS സെക്ഷൻ 63 തൊട്ട് 99 വരെ എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്? ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. അപ്പോൾ ഒരു കാരണവശാലും മറക്കരുത്, ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് ആഡ് ചെയ്ത കുറച്ച് പ്രൊവിഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേരള ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.